എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ സുഹൃത്ത് ജലീലിൻ്റെ സൈറ്റിലാട്ടോ. അവിടെ DB ഡ്രസ്സിങ്ങും സ്വിച്ച് ബോർഡ് ഫിറ്റിങ്ങും ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ ജലീൽ കേട്ടോ. പിന്നെ സൈറ്റിൽ കുറച്ച് തിരക്കായപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമ്മൾ ആ വീഡിയോയിലൊക്കെ നേരിട്ട് പോവാം വർക്ക് എന്താണെന്നുള്ളത് കേട്ടോ. ഈ ഒരു DB ഡ്രസ്സിങ്ങും സ്വിച്ച് ബോർഡുകളാണ് നമ്മൾ ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്വിച്ച് ബോർഡും DBയും ഫിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ആദ്യം നമ്മൾ DB ഡ്രസ്സ് ചെയ്യണം. മുന്നായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു വയറുകൾ ഫുള്ള് സ്ട്രൈറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഡ്രസ്സിങ് ഒന്നും ഒരു വൃത്തി കിട്ടില്ല. പിന്നെ പൊടിയും ചൊലയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. കുറേ മുന്നേ വലിച്ചിട്ട വയറാണത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രൈറ്റ് ചെയ്ത വയറും മറ്റേ വയറും നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ വൃത്തിൻ്റെ ഒരു മാറ്റം. അപ്പോൾ അങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വയറും സ്ട്രൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സെക്ഷനാക്കി തിരിക്കണം. ന്യൂട്രൽ, ഫേസ്, എർത്ത്. 3 ഫേസ് DBകൾ എപ്പോഴും നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വയറുകൾ ന്യൂട്രൽ, ഫേസ്, അതായത് ഓരോ സർക്യൂട്ടും ഇപ്പോൾ A to A DB ആകുമ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് പോകുന്ന വയറ്, അതായത് 6ലേക്ക് പോകുന്ന സർക്യൂട്ടുകളെ ന്യൂട്രും അതേ ന്യൂട്രൽ ബാറിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ട്രേസ് ചെയ്യാനൊക്കെ സുഖമാണ്. എല്ലാം ഓരോരോ സെക്ഷനിലേക്കും RYBയിലേക്ക് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ന്യൂട്രും കൊണ്ടുവന്നാൽ ക്ലിയർ ആവും. ഇപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെയായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ന്യൂട്രും ഫേസും ഒക്കെ കൊടുത്തു കഴിഞ്ഞു. എർത്ത് നമ്മൾ ആദ്യം തന്നെ കൊടുക്കും. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബ്രേക്കറുകൾ കയറ്റുള്ളത്. പിന്നെ മാസ്റ്റർ കൺട്രോൾ ഇവിടെ ലാച്ചുറിലെ ഉപയോഗിച്ചിട്ടില്ല. ലാച്ചുറിലേൻ്റെ കണക്ഷൻ അല്ല ഇട്ടിട്ടുള്ളത്, സാധാ മോഡലാണ്. അപ്പോൾ അതങ്ങനെ തന്നെ നമ്മളിവിടെ ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. മഞ്ഞ വയർ വന്നിട്ടുള്ളത് മാസ്റ്റർ കൺട്രോളാണ്. 3 ഫേസ് DBകൾ നമ്മൾ ചെയ്യുമ്പോൾ മാസ്റ്റർ കൺട്രോൾ ഒക്കെ ഉള്ള വീടുകൾ, മാസ്റ്റർ കൺട്രോൾ അല്ലെങ്കിലും നമ്മൾ 3 ഫേസ് DB ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ലൈറ്റ് ലോഡ് ഫുള്ള് ഒരു ഫേസിലേക്ക് മാറ്റാൻ ശ്രമിക്കും. ലൈറ്റ് ലോഡ് ഫേസിലേക്ക് മാറ്റാൻ പറയാൻ കാരണം, ഇപ്പോൾ മാസ്റ്റർ കൺട്രോൾ ഉണ്ടാകുമ്പോൾ ഓരോ ഫേസ് പിന്നെ പല ഫേസുകളാവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഫേസിലേക്ക് കയറ്റിയില്ലെങ്കിൽ സംഭവിക്കുക RYB. അപ്പോൾ ഒരാൾ മാസ്റ്റർ കൺട്രോൾ ഓണാക്കി മറ്റൊരാളോട് ഓണാക്കുമ്പോൾ ഡബിൾ ഫേസ് കയറും, 440 അടിക്കും. അപ്പോൾ അങ്ങനത്തെ അപകടം ഒഴിവാക്കാനാണ് ഒരു ഫേസ് തന്നെ കൊടുക്കാൻ പറഞ്ഞത്. അതിൻ്റെ വേറൊരു സംഗതി കൂടി ഉണ്ട്. ഇൻവെർട്ടറിൽ കൊടുക്കാനും നമുക്ക് സുഖമാണ്. ലൈറ്റ് ലോഡാണ് നമുക്ക് ഇൻവെർട്ടറിന് ആവശ്യം വരുള്ളൂ. അപ്പോൾ അത് ഇൻവെർട്ടറിൽ വേണ്ട ലോഡുകളൊക്കെ ഒരു ഫേസ് കൊടുക്കുക. ബാക്കി 2 ഫേസ് നമുക്ക് പവർ ലോഡുകൾ കൊടുത്ത് ഈക്വൽ ചെയ്യാം, ബാലൻസ് ക്ലിയർ ചെയ്യാം. അപ്പോൾ AC കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ലോഡുകൾ തമ്മിൽ ക്ലിയർ ആവും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ MCB, RCCB ഐസൊലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് LRGൻ്റെ ആണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റിപ്പർ നിങ്ങൾ വാങ്ങാൻ പറ്റുന്ന ആളുകളൊന്നും വാങ്ങിക്കോളി. എന്താ വെച്ചാൽ നല്ല സ്മൂത്താണ് സ്റ്റിപ്പ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ഒരു കോപ്പറിൻ്റെ കഷ്ണം പോലും കട്ടായി പോവില്ല, ക്ലിയറായിട്ട് നമുക്ക് സ്റ്റിപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. എനിക്കതുകൊണ്ട് നല്ല ഉപകാരമുണ്ട്. ക്രിമ്പിങ് ചെയ്യുക എല്ലാം അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ റെഡി ആയിട്ടുണ്ട്. DBൻ്റെ കണക്ഷനൊക്കെ ക്ലിയറാക്കി കൊടുത്ത് കണ്ടില്ലേ. ഇപ്പോൾ അതാതിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്തും ട്രേസ് ചെയ്ത് പിടിക്കാൻ എളുപ്പമാണ്. കംപ്ലൈൻറ്റ് വന്നാലും എന്തിനും നമുക്ക് ആ ഒരു ഭാഗം മാത്രം, സെക്ഷൻ മാത്രം നോക്കിയാൽ മറ്റേ എടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മളിവിടെ ചെയ്തിട്ടുള്ള സ്വിച്ച് ബോർഡിൽ വേറെ ട്രിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ DB നമ്മൾ ചാർജ് ചെയ്തിട്ടോ ഒക്കെ ഓക്കെയാണ്. മെയിനൊക്കെ ഓണായി. RYB ഈ സെലക്ടർ DB കൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇതവരെ വെച്ചാലേ നമ്മൾ വേറെ ഒരാളെ സൈറ്റ് പോയി പണി ചെയ്തല്ലേ. സെലക്ടർ ടൈപ്പ് DB പറഞ്ഞാൽ ഇത് വീടുകളിൽ അനുയോജ്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. നമ്മൾ ഈ സ്വിച്ച് ബോർഡിൽ പറഞ്ഞ ഒരു ട്രിക്ക് പറഞ്ഞത് ഇതാണ്. ഇത് സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങനെ ലൂപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ നല്ല കേട്ടോ. സ്വിച്ചുകളൊക്കെ എപ്പോഴും സ്വിച്ച് മാറ്റാനൊക്കെ നമുക്ക് സുഖമാണ്. ഇത് ആ ഒരു ചോക്ക് കണ്ടില്ല നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ വെച്ച് ഈ ഒരു പാറ്റയ്ക്ക് വെക്കുന്ന ചോക്കാണ്. അപ്പോൾ ഇത്
ജലീലിൻ്റെ ഒരു ഐഡിയ ആണ് പറഞ്ഞത്. നമ്മളിത് വെച്ചിട്ടില്ലായിരുന്നു. ഇത് എന്താ വെച്ചാൽ ഉറുമ്പ് വരാതെക്കാനേ, പുറത്തുനിന്ന് ഉറുമ്പ് വരാതെക്കാനൊക്കെ, അതായത് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ അല്ല, പുറത്തുനിന്നുള്ള ഉറുമ്പ് വരുന്നുണ്ട് തടിയെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. നിങ്ങൾ ആരെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ DBൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ വർക്കും ക്ലിയർ ചെയ്ത് ഇപ്പോൾ DB അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.